നമസ്തേ. 24/8/2025 ഞായറാഴ്ചത്തെ നക്ഷത്രഫലം. ഇടവം, മിഥുനം, ചിങ്ങം, തുലാം രാശിക്കാർക്ക് ശുഭകരവും. മേടം, കന്നി, വൃശ്ചികം, ധനു, മീനം രാശിക്കാർക്ക് മധ്യമവും. കർക്കിടകം, കുംഭം രാശിക്കാർക്ക് ദോഷവും. മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. പ്രത്യേകിച്ച് കമന്റുകളൊന്നും ഇല്ല, അതുകൊണ്ട് കൂടുതൽ നീട്ടി ഒന്നും പറയാനില്ല. കമന്റുകൾക്ക് മറുപടിയായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇതിലെന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ദേവതാനാമം കമന്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ള ദേവതാനാമം കമന്റ്, ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്കും കൂടെ ആ കമന്റ് ചെയ്യുമ്പോഴുള്ള ഗുണം നിങ്ങൾക്കും കൂടെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഒരു പൊതുവായ ഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലമല്ല. ചന്ദ്രാധിഷ്ഠ രാശിയെ അധിഷ്ഠാനമാക്കിയാണ് ഈ ഫലം നമ്മൾ നിരൂപണം ചെയ്യുന്നത്. പക്ഷെ ജാതകത്തിന്റെ ഗ്രഹനിലയനുസരിച്ച് ഇതിനകത്ത് ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അഷ്ടകവർഗം, അതേപോലെ ദശാപകാരങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ സ്വാഭാവികമായും ഈ ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഫലങ്ങൾ ജാതക ഫലാൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ പറയുമ്പോൾ ജാതകമാണോ ഇതാണോ പ്രാധാന്യം ചോദിക്കും. അതും ഒരേപോലെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇത് ഗുണമായിട്ട് വരികയും അത് ദോഷമായിട്ട് വരികയും ചെയ്താൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജാതകത്തിൽ അനുഭവിക്കുക. രണ്ടും ഗുണമാണെങ്കിൽ നേട്ടമായിരിക്കും, രണ്ട് ദോഷമാണെങ്കിൽ അതങ്ങനെയായിരിക്കും. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പം രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ ജാതകഫലം അനുസരിച്ച് കുറച്ചുകൂടെ കൃത്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഒരു നിർദ്ദേശമായിട്ട് തരുമ്പോൾ മറ്റത് കുറച്ചുകൂടെ ആധികാരികമായി ജാതകം നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിന്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യും. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വ്യക്തിപരമായ കമന്റുകൾക്ക്, വ്യക്തിപരമായ ഫലങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കമന്റുകൾക്ക് മറുപടി ലഭിക്കുന്നതല്ല എന്നർത്ഥം. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറാണ്. മേടക്കൂറുകാർക്ക് എരശനിയാണ്, കേതു 5-ലാണ്, 3 വ്യാഴമാണ്. ഇതൊക്കെ ആണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര മേന്മയുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിലും ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ദോഷങ്ങൾ മാത്രമുള്ള ദിവസമൊന്നും ആയിരിക്കില്ല എന്നർത്ഥം. ആരോഗ്യ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ വന്ന് പ്രയാസം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബുദ്ധി അത്ര അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയരും അത്ര ഗുണകരമായിരിക്കില്ല. അതേപോലെ സഹോദര സ്ഥാനികർ മേന്മയുള്ളവരായിരിക്കും. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയും. ശത്രുദോഷവും കുറയും, അതൊക്കെ കുറയുന്ന ഒരു സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിന്റെ മേന്മയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ധനപരമായ കാര്യങ്ങൾ അത്ര മേന്മയുള്ളതല്ല എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും
ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് കഴിയും ഇവർക്ക്. മേടക്കൂറുകാർക്ക് പൊതുവെ ഒരു ദൈവാധീന കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടെ ആണെന്നുള്ളത് കൊണ്ട് ആ ദോഷഫലങ്ങളെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് കുറച്ച് നന്നായി ഈശ്വരാധീനം വരുത്തുന്ന വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിലും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. എങ്കിലും പൊതുവെ നോക്കുമ്പോൾ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു അവസ്ഥയായിരിക്കും ഈ ദിവസം ഇവർക്കുണ്ടാകുക. ഇനി ഇടവം രാശി. ഇടവം രാശിക്ക് ശുഭകരമായ ദിവസമാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം അവർക്ക് ശുഭകരമായ ദിവസമാണ്. അങ്ങനെ ശുഭകരമായ ദിവസമാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും അലസത മൂലം അത് മാറ്റിവെക്കുകയും ഒരു ആത്മവിശ്വാസക്കുറവ് മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും. അതേപോലെ ആരോഗ്യ കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമാണ്. വാതരോഗമുള്ളവര് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. അതുപോലെ മനസ്സ് ബുദ്ധി അത്ര മേന്മയുള്ളതായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയരും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളും ഇടയ്ക്ക് പല കാര്യങ്ങൾക്കും തടസ്സമായിട്ട് വരാം. കടബാധ്യത വർദ്ധിക്കാം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥിക്ക് അനുകൂലമല്ല. വാക്കുകൾ മൂലം, എടുത്തുചാട്ടം മൂലം, മുൻകോപം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ധനപരമായ കാര്യങ്ങളിൽ ഗുണമാണ്. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും. മറ്റുള്ളവരുടെ സഹായവും സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ഈ ദിവസം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി അനുകൂലമാണ്. മക്കൾ അനുകൂലമാണ്. അതുകൊണ്ട് കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവപ്പെടുന്നതാണ്. തൊഴിൽ രംഗത്ത് മേന്മയാണ്. പുതിയ തൊഴിലവസരങ്ങൾ ഇവർക്ക് ലഭിക്കും. അതുപോലെ തൊഴിൽ മേഖലകളിൽ പുതിയ പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് ഇവർക്ക് കഴിയും. തൊഴിലാളികളുടെയൊക്കെ സഹകരണം പല കാര്യങ്ങളിലും ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. മിഥുനം. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്കും ശുഭകരമായ ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ മേന്മയുള്ള ദിവസമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ്. പൊതുവെ ആരോഗ്യകാര്യം കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ ഭേദമായിരിക്കും. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നതിനുള്ള സാഹചര്യം ഈ ദിവസം ഉണ്ടായിക്കിട്ടും. എന്നാൽ സഹോദര സ്ഥാനീയരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ഒരു അനുഭവം ഉണ്ടാവും. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ശ്രദ്ധിച്ചില്ലെങ്കിൽ കടം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ, കരുതല് മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകണം. എടുത്തുചാട്ടത്തെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. വാക്കുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസമാണ്. ധനപരമായ കാര്യങ്ങളില് അത്ര മേന്മയുള്ള ദിവസമല്ല. സാമ്പത്തികമായി ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ വരാം. എങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ ദിവസം കഴിയും എന്നുള്ളതാണ് മിഥുനക്കൂറുകാർക്ക് ഈ ദിവസം ഗുണകരമായി തീരുന്നതിനുള്ള കാരണം. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ലെങ്കിലും പൊതുവെ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ടും മിഥുനക്കൂറുകാർക്ക് കഴിയും. പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ മിഥുനക്കൂറുകാർക്ക് വന്നു എന്നാലും അതെല്ലാം സമർത്ഥമായി തരണം ചെയ്ത് ആ ദിവസം മേന്മയുള്ളതാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് ഈ ദിവസം
ശുഭകരമായ ദിവസമായിരിക്കും. ജാതകം കൂടെ അനുകൂലമായ കൂടുതൽ മേന്മ. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ഐല്യം. കർക്കിടകക്കുറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിൽ അനുകൂലമല്ല. വാതരോഗങ്ങള്, ഉഷ്ണരോഗങ്ങള്, ശരീരത്തിന് വളരെ ക്ഷീണം അനുഭവപ്പെടുക. ധാരാളം ജലം കുടിക്കുന്നത് കർക്കിടകക്കുറുകാർ ഈ ദിവസം നല്ലതാണ്. അതുപോലെ മനസ്സ്, ബുദ്ധിയൊന്നും അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരല്പം നിയന്ത്രണം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. കാരണം ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാതൃപിതൃസ്ഥാനീയര് അത്ര അനുകൂലമായ ദിവസമല്ല കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം. ആസ്മ, മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉള്ളവര് വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയും കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു ദിവസമാണ്. എന്നാൽ വാക്കുകൾ അത്ര അനുകൂലമല്ല. വാക്കുകൾ മൂലം ചില ധനപരമായ നഷ്ടങ്ങളിലേക്കും ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു സമയമല്ല. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽരംഗത്തും ഒട്ടും അനുകൂലമല്ല. മക്കളിൽ നിന്ന് മാനസികമായ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായും മറ്റുമൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ചെറിയ തോതിൽ ഈ ദിവസമുണ്ട്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകക്കൂറുകാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. 8 ശനി, ജന്മകേതുവൊക്കെയാണ്. എങ്കിലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമാണ്. മനസ്സ്, ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും. അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ആരോഗ്യ കാര്യത്തില് മേന്മയുള്ള ദിവസമാണ്. മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമാണ്. സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം മൂലം ചില തടസ്സങ്ങള്, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കടബാധ്യത ചെറിയ തോതിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ആവശ്യമില്ലാതെ കടമെടുക്കുന്നതും ആകാം. ആവശ്യത്തിനായിരിക്കില്ല. അനാവശ്യമായ ബാധ്യതകൾ വരാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. നിയന്ത്രിച്ചാൽ ആ ബാധ്യതകളെ ഉണ്ടാക്കാതിരിക്കാനും ചിങ്ങക്കൂറുകാർക്ക് കഴിയും. അതേപോലെ അപമാനകരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ ഒഴിവാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം, വാക്കുകൾ, ഇതൊക്കെ വളരെയധികം നിയന്ത്രിക്കണം. അല്ലെങ്കിൽ പല നഷ്ടങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തൊഴിൽ മേഖലയിലും അതിനുള്ള ചെറിയ ഒരു മേന്മയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി അനുകൂലമാണ്. ഒരു സ്വസ്ഥതയൊക്കെ കുടുംബത്തിലുണ്ടാവും. പൊതുവെ ദൈവാധീനം ഉള്ള ഒരു ദിവസമാണ്. അപ്പൊ ഈ ദൈവാധീനത്തിന്റെ മേന്മയുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു ശുഭകരമായ ദിവസമായി തീരും. ശുഭകരമായിരിക്കും പൊതുവെ. അപ്പൊ ഒന്നുകൂടെ ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ നല്ല മേന്മയുള്ള ദിവസമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്യക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. 7 ശനി, 10 വ്യാഴം, 12 കേതുവൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്തൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും
പൊതുവെ ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വാദസംബന്ധമായ രോഗമുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പിത്തരോഗമുള്ളവരും ശ്രദ്ധിക്കണം. വിളർച്ച, ദഹനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളും ഈ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ദിവസം മനസ്സ്, ബുദ്ധി അത്ര അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയരും അത്ര അനുകൂലമായിരിക്കില്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി പല കാര്യങ്ങളും പറയാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഒരു അനുകൂലമല്ലാത്ത സമീപനവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചോളണം. ആസ്തമ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗം, ഗർഭാവസ്ഥയിലുള്ളവര്, ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കന്നിക്കൂറുകാർക്ക് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും. മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില ചെറിയ സമീപനങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും അതൊന്നും വലിയ പ്രശ്നമാവില്ല. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. അവരുടെ സഹകരണം പല കാര്യങ്ങളിലും കിട്ടും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമുള്ള ദിവസവും അല്ല. തുലാം രാശിക്ക് ശുഭകരമായ ദിവസമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ്. മാതൃപിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ആത്മവിശ്വാസത്തോടുകൂടി, ഉറച്ച അഭിപ്രായത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയുവാനും കഴിയുന്ന ഒരു ദിവസമാണ്. രോഗകാര്യങ്ങളിൽ നിന്നെല്ലാം ചെറിയ മുക്തി ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ ഉണ്ടാകും. ചെറിയ ശത്രുക്കൾ ഉണ്ടാകുകയും ചെയ്യും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അത് ശ്രദ്ധിച്ചാൽ ഇല്ലാണ്ടാക്കുകയും ചെയ്യാം. കാരണം തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ് എന്നുള്ളത് കൊണ്ട്. മറ്റുള്ളവർ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനോട് കൂടുതൽ പ്രതികരിക്കാതെ മനസ്സ് കൊടുക്കാതിരുന്നാൽ ആ പ്രശ്നം അങ്ങനെ തീർന്നുള്ളൂ. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. പുതിയ കോഴ്സുകളൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായ ഒരു കാലഘട്ടവുമാണ് ഈ ദിവസം. അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ്. തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും. തൊഴിൽ രംഗത്ത് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. തൊഴിലിന്റെ പുതിയ മേഖലകളിലേക്ക് എത്തിച്ചേരുന്നുള്ള പഠന പ്രവർത്തനങ്ങളൊക്കെ ആവാം. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. തൊഴിൽ ദാതാക്കളാണെങ്കിൽ പുതിയ തൊഴിൽ സൃഷ്ടിക്കുവാനും അവർക്ക് കഴിയും. പൊതുവെ ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. മക്കൾ പൊതുവെ അനുകൂലമാണ്. എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിന് ചില പ്രയാസകരമായ അവസ്ഥയുണ്ടാവും. അതേപോലെ സ്ത്രീ സുഹൃത്തുക്കളായിട്ടുള്ളവര്, സ്ത്രീകൾക്ക് പുരുഷ സുഹൃത്തുക്കളും പുരുഷന്മാർക്ക് സ്ത്രീ സുഹൃത്തുക്കളും മൂലം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരോടൊക്കെ പെരുമാറുമ്പോൾ കുറച്ച് അകൽച്ച സൂക്ഷിക്കുന്നത് തുലാക്കൂറുകാർ പൊതുവെ ഈ കാലഘട്ടത്തിൽ നല്ലതാണ്. പുരുഷന്മാർ സ്ത്രീകളോടും സ്ത്രീകൾ പുരുഷന്മാരോടും ഒക്കെ ഇടപഴകുന്നത് ഒരല്പം ശ്രദ്ധിക്കുന്നത്, കുറച്ച് അകലം പാലിക്കുന്നത് തൊഴിൽ മേഖലയിലും മറ്റും തുലാക്കൂറുകാർക്ക് വളരെ നല്ലതായ ഒരു കാലഘട്ടമാണ് ഈ ദിവസം പ്രത്യേകിച്ച്. ഇനി വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട.
4 രാഹു, 5 ശനി, 8 വ്യാഴം, 10 കേതു ഒക്കെ ആണെങ്കിലും പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിൽ മേന്മ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളിൽ അത്ര കൃത്യത ഉണ്ടാകാത്തതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യകാര്യം മേന്മയാണ്. അലസത ഉണ്ടാവില്ല. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. ആസ്മ ഉള്ളവര് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയര് പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയും കുറയും. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല. വാക്കുകൾ മൂലം ചില ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട്. എങ്കിലും ശത്രുദോഷമായിട്ട് അത്ര കാര്യമായിട്ട് വരില്ല. കാരണം ശത്രുദോഷം കുറയുന്ന ഒരു ദിവസം കൂടെയാണെന്നുള്ളത് കൊണ്ട്. എങ്കിലും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ ചില തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല. പക്ഷെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഇനി ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ശനി 4, 9 കേതു ഒക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിലും അത്ര മേന്മയൊന്നും അല്ല. പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ഉണ്ടാകുന്ന ചില വിഷാംശങ്ങൾ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ധനുക്കൂറുകാരൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകും. വിളർച്ച, ദഹനക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനമെടുക്കാനും ഈ ദിവസം പറ്റില്ല. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപമാനിതരാകാനുള്ള സാധ്യതയിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാകണം. വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. വാക്കുകൾ മൂലം ചില ശത്രുക്കൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ധനുക്കൂറുകാർക്കുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. എന്നാൽ ജീവിത പങ്കാളിയും മക്കളും അനുകൂലമാണ്. തൊഴിൽ, ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. കുടുംബത്തിന്റെ ഒരു പിന്തുണ എല്ലാ കാര്യങ്ങളിലും ധനുക്കൂറുകാർക്ക് ലഭിക്കും. അത് എല്ലാ കാര്യങ്ങളിലെയും പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും പല കാര്യങ്ങളും ദോഷകരമാണെങ്കിൽ പോലും അത് ഗുണകരമാക്കി മാറ്റാനും ഒക്കെ ആയിട്ട് ഈ കുടുംബത്തിന്റെ ഒരു പിൻബലം കഴിയും. അതേപോലെ തൊഴിൽ മേഖലയിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിത പങ്കാളിയുടെ സഹായ സഹകരണങ്ങൾ തൊഴിൽ മേഖലയിലും മേന്മ ഉണ്ടാക്കുന്നതിനായിട്ട് ചെറിയ തോതിൽ സഹായിക്കും. മകരക്കൂറുകാർക്ക് കഠിന ദോഷമാണ്. 6 വ്യാഴം, 8 കേതു, 2 രാഹു ഒക്കെയാണ്. ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവും അലസതയും എല്ലാ കാര്യത്തോടുള്ള സംശയങ്ങളും പ്രവർത്തന മേഖലയെയും ബാധിക്കും. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലൊക്കെ അപകടകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോ ഈ ദിവസം അത്ര മേന്മയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. വളരെ ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ്. എല്ലാ കാര്യത്തിലും അപമാനം, അപകീർത്തിയൊക്കെ ഉണ്ടാകും. വെറുതെ നിന്നാൽ പോലും മറ്റുള്ളവർ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസമാകും. അതുകൊണ്ട് അതിന് ഇടകൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത രീതിയിലാണ് വർത്തമാനം പറയുന്നതെന്ന് തോന്നിയാൽ അത് മാറിപ്പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല, ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല, വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകും, ചില ആരോഗ്യ പ്രശ്നങ്ങളും പനി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ധനപരമായ കാര്യങ്ങളിൽ അമിതമായ ചെലവ് വരും, അപ്രതീക്ഷിതമായ ചെലവുണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചോളണം. എന്നാൽ ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ പൊതുവെ പറഞ്ഞ മകരക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത, ദൈവാധീനമില്ലാത്തൊരു ദിവസമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. എന്നാൽ തൊഴിൽപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാവും, തൊഴിലാളികളിൽ നിന്ന് അനുകൂലാവസ്ഥ ഉണ്ടാവും, സാമ്പത്തികമായി ചെറിയ മേന്മയും ഉണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം, ജന്മരാഹു, 2 ശനി, 7 കേതു. കുംഭം രാശി, കുംഭം രാശിക്ക് ദോഷമാണ്. എങ്കിലും അവർക്ക് ദൈവാധീനം ചെറുതായിട്ടൊക്കെ ഉണ്ടാകും. അത് നന്നായിട്ട് ഒന്ന് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ കുറച്ചൊക്കെ മേന്മ ഉണ്ടാക്കാം. എങ്കിലും ദോഷകരമായ ദിവസം തന്നെയാണ്, അത് ശ്രദ്ധിക്കാം. ഈ ദോഷകരം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ ആ ദിവസം പ്രത്യേകിച്ച് വേണം എന്നർത്ഥം. ഇങ്ങനെയുള്ളവർ അത് ശ്രദ്ധിച്ചാൽ മതി. ഒരു കൂറിന് ദോഷം വരാൻ തുടങ്ങിയാൽ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ തുടർച്ചയായിട്ട് നിന്നെന്ന് വരും, അല്ലെങ്കിൽ 1 മാസമോ 2 മാസമൊക്കെ നിന്നെന്ന് വരും. അപ്പൊ അത്രയും കാലഘട്ടം ദോഷം തന്നെ നമുക്ക് പറയാൻ പറ്റൂ. അതിനിടയ്ക്ക് ചെറിയ ഗ്രഹങ്ങളുടെ അംശകവും മറ്റു കാര്യങ്ങളിലും വരുന്ന വ്യത്യാസം ചിലപ്പോൾ ഗുണകരാക്കുകയും ചെയ്യും ചിലപ്പോൾ. അതാണ് ഈ ഇടയ്ക്ക് ചിലതിന് അങ്ങനെ മാറ്റം വരുന്നത്. പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കുംഭക്കൂറുകാർക്ക്. പിത്തസംബന്ധമായ അസുഖങ്ങള്, വാദസംബന്ധമായ അസുഖങ്ങള്, ആസ്തമ, മാനസിക അസ്വസ്ഥത, ഇങ്ങനെയൊക്കെയുള്ള അസുഖമുള്ളവർ, വൃക്കരോഗമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനികർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, സഹോദര സ്ഥാനികരും അനുകൂലമല്ല, കടബാധ്യത ഉണ്ടാകും. വാഹന സംബന്ധമായും മറ്റും ഒക്കെ യാത്രയോ മറ്റോ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അമിതമായ വേഗതയിലൊന്നും വാഹനം ഓടിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകളും വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില നഷ്ടമുണ്ടാകും. ജീവിത പങ്കാളി അനുകൂലമല്ല. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥയുണ്ടാവും. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, അല്പം നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ. കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ നടന്നു കിട്ടും, അത് തന്നെ ആ രീതിയിലുള്ള അവസ്ഥ ഉണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുക ആയിരിക്കും ഫലം. ഇനി മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി, 4 വ്യാഴം, ജന്മശനി, 12 രാഹു. എങ്കിലും മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിൽ അല്പമൊക്കെ മേന്മയുണ്ടാവും, കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ ഭേദമായിരിക്കും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പൊതുവെ ഒരു ഉന്മേഷവും ശക്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുവാനും കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, ഇതൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില പ്രതിസന്ധികൾ ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്ന് അധിക്ഷേപം കേൾക്കേണ്ടി വരും. സ്വന്തം വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് അധിക്ഷേപം കേൾക്കേണ്ടി വരിക എന്നുള്ളത്. മറ്റുള്ളവരുടെ കുഴപ്പത്തെക്കാൾ കൂടുതൽ സ്വന്തം വാക്കുകൾ തന്നെ അധിക്ഷേപത്തിന് കാരണമായി വരാം. അതുകൊണ്ട് അത് വളരെയധികം നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമല്ല. ജീവിത പങ്കാളി അനുകൂലമാണ്. എന്നാൽ മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ഒട്ടും നന്മയില്ലാത്ത ഒരു സമയമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ പ്രതിസന്ധിയും മാനസിക പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ഇത്. പൊതുവെ ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടുതൽ ശ്രമിച്ച് മുന്നോട്ട് പോവുക. മീനക്കൂറുകാർ ചെയ്യേണ്ട കാര്യം അതാണ്.
വളരെ ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ്, കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എങ്കിലും അവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്, വലിയ ദോഷം എന്നുള്ള സമയമല്ല. ഗുണവും ദോഷവും ഇടകലർന്ന ഒരു ദിവസമായിരിക്കും. അത് മനസ്സിലാക്കി ദോഷത്തെ കുറയ്ക്കാൻ ഒരു ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇതൊരു പൊതുഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്ന് പറയട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.